എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ ശാന്തി തിയേറ്ററിന്റെ മുന്നിലാണുള്ളത്. ഇവിടെ നമ്മുടെ ജോൺസൺ പുഞ്ചക്കാട് സംഗീത സംവിധാനം നിർവഹിച്ച കള്ളൻ ബട്ട്യൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രദർശനം 2ാം ദിവസമാണ്. ആ സിനിമയുടെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക, അതുപോലെ തന്നെ ഒരു കൂട്ടം പുതുമുഖങ്ങളായ നടീനടന്മാർ അഭിനയിച്ച സിനിമ എന്നുള്ള രീതിയിൽ ഈ സിനിമക്കാരെ പ്രത്യേകതയുണ്ട്. ഫോക്കസ് മൂവി പ്രസൻസ് ആണ്, അവരാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. ഇതിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അരുൺ ശൈലേന്ദ്രൻ എന്ന് പറയുന്ന എന്ന സംവിധായകനാണ്. ആ സിനിമയുടെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. എന്താണ്, നമസ്കാരം, പറ, എന്താണ് സിനിമയെക്കുറിച്ച്? എന്താണ്, ജോൺസൺ പുഞ്ചക്കാടാണ് നമ്മുടെ പയ്യന്നൂരിലെ കലാകാരൻ എന്നുള്ള രീതിയിൽ ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച താങ്കളാണല്ലോ, അല്ല? എന്താണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ നാട്ടുകാരനായ ഒരാളുടെ സിനിമ, ആ അർത്ഥത്തിലാണ് പച്ചവെളിച്ചം അതിന്റെ വിശേഷങ്ങൾ തേടാൻ വേണ്ടി വന്നിട്ടുള്ളത്. എന്താണ് ജോൺസൺ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്? ലോ ബഡ്ജറ്റിൽ ചെയ്തൊരു പടം സിനിമയാണ്. നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് കുറെ കൂട്ടായ്മകൾ ചേർന്നിട്ട് നടത്തിയ ഒരു സിനിമയാണ്. ഇതിന് സിനിമ കൊറോണ കാലത്ത് കുറച്ച് കുറെ അവിടെ വെച്ചിരുന്നു, കാരണം സാമ്പത്തിക പ്രശ്നം കൊണ്ട്. അപ്പൊ അങ്ങനെ ആ പടം അങ്ങനെ അത് ഒരു ദിവസം എന്റെ അടുത്ത് വരികയാണ് അവര് വന്നിട്ട് പറയുന്നു, പിന്നെ ജോൺസൺ ഇങ്ങനെ മ്യൂസിക് ചെയ്യണം, അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇതായിട്ടേ ഉള്ളത്, അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പടം ഒന്ന് കാണാമെന്ന് വെച്ചു. അങ്ങനെ ആ പടം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. വളരെ നല്ല തീമായിരുന്നു, നല്ല കഥ എല്ലാം കൊണ്ട് ഇഷ്ടമായിട്ട് ഞാൻ മ്യൂസിക് ചെയ്യാം. അങ്ങനെ ആണ് ഞാൻ അതിന്റെ ടൈറ്റിൽ സോങ് സംഗീതം ചെയ്തു. അതോടൊപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ തന്നെ എഫക്ട്സ് എല്ലാം ചെയ്യാൻ പറ്റി. അപ്പൊ ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നി, അത്ര നല്ലൊരു സിനിമയായിരുന്നു. ഇപ്പൊ നമുക്ക് പിന്നീട് ഇന്ന് ഈ കളിക്കാൻ തോന്നി. ഇന്നലെ കളിച്ചു. ഇന്നലെ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു, നല്ല റിസൾട്ട് ആയിരുന്നു. ശരി, ഇവിടെ വേറെ സിനിമയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആളുകൾ? നമസ്കാരം. എന്താണ് നിങ്ങള് ഈ കള്ളൻ ബട്ട്യൻ എന്ന് പറയുന്ന സിനിമ എങ്ങനെയാണ്? അഭിനന്ദനാണായിരിക്കും അല്ലെ? എങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട്? വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചത്. ഞങ്ങളെല്ലാം ഒരു പുതുമുഖ നടന്മാരായതുകൊണ്ട് തന്നെ ഞങ്ങളിൽ നിന്ന് സംവിധായകൻ ഒരുപാട് ഞങ്ങളെ ആ രീതിയിലേക്ക് ഞങ്ങളെ പെർഫെക്ഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഞങ്ങൾ സന്തോഷമുണ്ട്, ജനങ്ങളെ സ്വീകരിച്ച് സന്തോഷം. അത് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ സിനിമ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്? പ്രധാനപ്പെട്ട വേഷം ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് ശരി. എവിടെയാണ് സ്വദേശം? എവിടെയാ? സ്വദേശം മുട്ടം, പഴയങ്ങാടി മുട്ടത്താണ്. അത് ശരി. ഇന്നലെയും പിന്നെ നല്ല പ്രേക്ഷകരുടെ നല്ല അഭിപ്രായമായിരുന്നു. ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമുണ്ട്. അത് ശരി. പ്രേക്ഷകരെ ആൾക്കാരുടെ അഭിപ്രായങ്ങളൊന്നും തേടാം. എന്താണ് സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം? എന്താണ് അത്? ഒരു പച്ചവെളിച്ചെന്ന് പറഞ്ഞാൽ പറ, എന്താണ് സിനിമയെ കുറിച്ച്? നിങ്ങൾ ഇതിൽ അഭിനയിക്കുന്ന നടൻ അല്ല, പ്രേക്ഷകൻ എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച്? ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമയിൽ വെച്ചിട്ടൊരു വ്യത്യസ്തമായ ഒരു പ്രമേയം. പിന്നെ മാത്രമല്ല, ഇതിനൊരു മനസ്സിലാക്കുന്ന ലോ ബഡ്ജറ്റാണോ ഹൈ ബഡ്ജറ്റാണോ നമുക്കറിയില്ല. ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ സിനിമ നോക്കിക്കാണുമ്പോൾ വലിയ ഒരു പ്രതീക്ഷ ഈ നടന്മാരെ കുറിച്ച് കിട്ടുന്നു. അതോടൊപ്പം തന്നെ തിരക്കഥയായാലും സംഗീതമൊക്കെ ആയി ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവം. നമ്മൾ കണ്ട സാധാരണ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് ഓഫീസ് ഡി കുട്ടി എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഇതിന് നല്ല ഒരു തീം പറഞ്ഞു പോകുന്നുണ്ട്. അത് പറയാതെ പറഞ്ഞു പോകുന്ന ഒരു നല്ല തീം പറയുന്നു. അതുകൊണ്ട് തന്നെ സിനിമ തികച്ചും വ്യത്യസ്തമാകുന്നു. നല്ല അഭിപ്രായം സിനിമയെക്കുറിച്ച് നിങ്ങളെ ഒരു നല്ല അഭിപ്രായമാണ്. ക്ലൈമാക്സ് അടിപൊളിയായിട്ടുണ്ട്. അതല്ലേ? ആയിക്കോട്ടെ. ഇതാണ് ആൾക്കാരുടെ ഒരു അഭിപ്രായം, പ്രേക്ഷകരുടെ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സിനിമയിൽ അഭിനയിച്ച ഹലോ, എന്താണ് സിനിമയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? എന്താണ്? നല്ല അഭിപ്രായമാണ്. കുടുംബമായിട്ട് വന്ന് കാണാൻ പറ്റുന്നത്. സിനിമയില് അഭിനയിക്കുന്നുണ്ടോ നിങ്ങള്? ഇല്ല, ഞാൻ അഭിനയിക്കുന്നില്ല. കേട്ടറിഞ്ഞു വന്നതാണ്. എന്തായാലും ഒരു നഷ്ടമുണ്ട്. അത് നല്ലൊരു സിനിമ. അതെ. എത്ര ടൈമിംഗ്, എത്ര സമയമുണ്ട് സിനിമ? ഒരു കൊച്ചു സിനിമയാണോ? അല്ല, 2 മണിക്കൂറിനടുത്തുണ്ടല്ലോ. ഉണ്ടല്ലേ? അറിയുന്നില്ല. അല്ല, നമ്മളെ ഒരു പച്ചവെളിച്ചം എന്ന് പറഞ്ഞാൽ ബന്ധതെന്ന് വെച്ചാൽ ജോൺസൺ പുഞ്ചക്കാട് നമ്മുടെ പയ്യനുള്ള ഒരു കലാകാരനാണല്ലോ. അതുകൊണ്ട് പറഞ്ഞാല് പിന്നെ നമ്മുടെ ഫ്ലൂട്ടിലൊക്കെ വലിയ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. അതെ, അതുകൊണ്ടാണ് പച്ചവെളിച്ചം അദ്ദേഹത്തിന്റെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രോത്സാഹനം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരുടെ ഒരു സിനിമ മറ്റുള്ളവർ ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ അതിനോട് ഐക്യപ്പെടാൻ വേണ്ടി വന്നതാണ്. അതാണ് സന്തോഷം. ആയിക്കോട്ടെ. സിനിമക്കാരാ, എന്താണ് സിനിമയെ കുറിച്ചിട്ട് അഭിപ്രായം പറയൂ. എന്താണ്
സിനിമ നമ്മുടെ പയ്യന്നൂര് പെരിയാരം പ്രദേശങ്ങളിലുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ കൂട്ടായ്മയാണ്. സ്വാഭാവികമായി ഇവിടെ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെതായ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും സിനിമ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അനുരേച്ചി എൻ്റെ സുഹൃത്താണ്. കക്ഷി പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമക്ക് വന്നത്. അവരഭിനയിച്ചിട്ടുണ്ട്. എന്താണ് സിനിമയെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് പ്രേക്ഷകർക്ക് ഞങ്ങൾ വിട്ടു തന്നു. ഞങ്ങൾ പുതുമുഖങ്ങളെ കൊണ്ടുവന്ന ഞങ്ങളുടെ അവരോടാണ് ഞങ്ങൾ കൃത്യമായിട്ട് നന്ദി പറയുന്നത്. കാരണം സാധാരണക്കാരായി ഞങ്ങളെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഡയറക്ടറും ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ പ്രൊഡ്യൂസർ അതുപോലെ ബാക്കിയുള്ളവർ അവരോടാണ് ഞങ്ങൾ നന്ദി പറയേണ്ടത്. ഇനി ബാക്കി ഫിലിം കണ്ടിട്ട് അതിന്റെ ഒരു അഭിപ്രായം പറയുന്നതിന് വേണ്ടി പ്രേക്ഷകർക്ക് ഞങ്ങൾ വിട്ടു. പ്രേക്ഷകർക്ക് ആദ്യമായിട്ടാണോ അഭിനയിക്കുന്നത്? അല്ല, സിനിമയിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ സിനിമ ആയിക്കോട്ടെ. എന്താ പറയാൻ ഇത് കാണുന്നത് നമ്മുടെ നാട്ടുകാർ അങ്ങനെ വലിയ ആർട്ടിസ്റ്റൊന്നും ഇല്ലാതെ നമ്മുടെ നാട്ടുകാരെ ആൾക്കാർ ഒരു സിനിമ എന്ന് പറഞ്ഞത് ഒരു വലിയ മേഖലയാണല്ലോ. അതിലിപ്പോൾ ഒരു സംവിധായകന് പുതിയ ആൾക്കാർ പറയുമ്പോൾ ഈ നാട്ടുകാരെ ആൾക്കാർ ഇത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വലിയ കാര്യമാണ്. അപ്പൊ ഇത്ര ഓട്ടോഷൻ ഉണ്ടാകട്ടെ അല്ലേ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ. മണിയുടെ നല്ലൊരു ആർട്ടിസ്റ്റാണ്. മണിയുടെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞോളൂ. നമ്മളൊക്കെ ചെറിയ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ ചെറുതായിട്ട് ചെറിയൊരു സീനിൽ വരുന്നുണ്ട്. ചെറുതായിട്ടാണോ വലുതാവല്ലേ? നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാൻ പറ്റിയെന്നുള്ള അവരെ മുഴുക്കാണ്. നാട്ടുകാർക്ക് ഇങ്ങനെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് മുഴുക്കാണ് നമ്മളിപ്പോ കാണുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ മാസമൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വലിയ വലിയ സിനിമ ഉണ്ടാക്കിയിട്ട് പ്രൊഡക്ഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള കഥകളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തയിൽ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഇത്തരം ചെറിയ സ്ഥലങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം കലാരൂപങ്ങളും ആർട്ടിസ്റ്റുകൾക്കും ഒരു പ്രയോജനമായിരിക്കും. ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാകട്ടെ. നമ്മുടെ നാട്ടിൽ ഇപ്പം ഏകദേശം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ പയ്യന്നൂർ ഭാഗങ്ങളിൽ ഇഷ്ടംപോലെ സിനിമകൾ ഇപ്പം ചിത്രീകരിക്കുന്നുണ്ട്. ഇത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണെന്ന് തോന്നുന്നത് അല്ലേ സിനിമ? പഴയങ്ങാടി അവിടെ ചിത്രീകരിച്ചു. ഇതുപോലുള്ള സിനിമകൾ കൂട്ടായ്മകൾ സിനിമയിലെ ഒരു സിനിമയെ പിന്നീട് ഒരു ഹബ്ബായിട്ട് പയ്യന്നൂര് മാറുന്നു. പയ്യന്നൂര് പിന്നെ ഒരു കലാപാരമ്പര്യത്തിന് അനുസരിച്ച് സിനിമ അതുപോലെ തന്നെ നാടക പാരമ്പര്യമൊക്കെ ഉള്ളതാണല്ലോ പയ്യന്നൂർ എന്ന് പറയുന്നത്. അതിലെ പാരമ്പര്യത്തിനനുസരിച്ച് ഇവിടെയും ധാരാളം സിനിമകൾ രൂപപ്പെട്ടു വരുന്നു എന്നത് അല്ലെ? കൂട്ടായ്മകൾ ഉണ്ടാവണം, സിനിമകൾ ഉണ്ടാവണം. നാടകത്തിന്റെ ഒരു നാടാണ്. നാടക കലാകാരന്മാരാണ്. നാടകത്തിന്റെ നാടാണ്. അതിന് സിനിമയിലേക്കും വരട്ടെ. പെട്ടെന്ന് മണിയേട്ടനെയും കണ്ടത്. മണിയേട്ടനെ ഇതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. മണിയേട്ടന് ഞാനും കൂടി മുമ്പൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. എല്ലാവരും വന്ന് സിനിമ കാണണം. ഈ ചെറിയൊരു കൂട്ടായ്മയെ പറയാനുണ്ടോ? എന്താ പറയാനല്ലേ? സിനിമ കണ്ടുവാ? സിനിമയിൽ അഭിനയിക്കാതെ സിനിമ കാണാൻ വന്ന പ്രേക്ഷകയായിട്ട് വന്ന നമ്മളെ സുഹൃത്തുക്കളാണ് എല്ലാവരും. തീർച്ചയായിട്ടും ഞാൻ ജോൺസൺ പുഞ്ചക്കാട് എന്ന് പറയുന്ന നമ്മുടെ പയ്യന്നൂരിലെ കലാകാരന്റെ ഒരു സിനിമ, ആ സിനിമയെ അത് നമ്മൾ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. അത് എന്നെ വിളിച്ചറിയിച്ചു. അന്നേരം ആ സിനിമയുടെ വിശേഷങ്ങൾ നമ്മളെ നാട്ടുകാരോട് പറയാനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ ആ സിനിമ കണ്ട് അദ്ദേഹത്തിനൊരു പ്രോത്സാഹനമായിട്ട് മാറണം. പറയുന്ന എല്ലാവരും ചെറിയതിൽ തുടങ്ങി വലിയവരാവുന്നതല്ലേ, ആ രീതിയിലാണ് പച്ചവെളിച്ചം എന്ന് പറയുന്നൊരു മാധ്യമം ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ തന്നെ ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കും. സന്തോഷം. എന്താണ് പറയാനുള്ളത്? എന്താണ് നമ്മുടെ സിനിമയെ കുറിച്ച് എന്താ അമ്പേട്ടന് പറയാനുള്ളത്? അരുൺ എന്റെ സംവിധായകൻ. ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്? ശരി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പണ്ട് കലാപ്രവർത്തനത്തിലുള്ള ആളാണെന്നല്ലോ അല്ലേ? വർഷങ്ങൾക്ക് ശേഷം. ആയിക്കോട്ടെ. അത് നിങ്ങളും ഈ സിനിമയിലുണ്ട്. ആയിക്കോട്ടെ അല്ലേ? ആയിക്കോട്ടെ. ആൾക്കാർ ഇഷ്ടംപോലെ ഇന്നലെ നല്ലോണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നാണ് ഞാൻ വന്നത്. അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി. എന്താണ് പറയാനുള്ളത്? സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാതെ സൂപ്പറായിട്ടുള്ള ഒരു സിനിമയാണ്. വളരെ നല്ല രീതിയിലുള്ള നാട്ടിലെ കലാകാരന്മാർ ഉപയോഗിച്ച് നല്ല വൻ വിജയമായിട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ എല്ലാ വശങ്ങളും വളരെ മനോഹരമായിട്ടുണ്ട്. അതിന്റെ ക്യാമറ കൈകാര്യം ചെയ്യാനും സംഗീതമായാലും അതുപോലെ ക്യാരക്ടർ സെലക്ഷനായാലും അതുപോലെ കാലിക പ്രസക്തിയിലൊരു വിഷയമാണ് ഇവിടുത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. സംവിധാനവും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഇത്തരം പടങ്ങൾ കേരളത്തിൽ നിറഞ്ഞോടണം എന്നുള്ള ഇത്തരം സിനിമകളും സ്വീകരിക്കപ്പെടണം. അതാണ് പറയാനുള്ളത് അല്ലേ? ഇതാണ് ഇത് മൊത്തത്തില് നമ്മുടെ ആളുകൾക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. നമ്മുടെ ഈ ഒരു കൊച്ചു സിനിമയാണ് ഈ സിനിമ, കള്ളൻ ബട്ട് എന്ന് പറയുന്ന സിനിമ. ആ സിനിമ നമ്മുടെ ഇവിടെ അതിന്റെ ഒരു റിവ്യൂ എന്ന രീതിയിലല്ല, മറിച്ച്
ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നമ്മുടെ പയ്യന്നൂരിലെ പിന്നെ കലാകാരനായിട്ടുള്ള ജോൺസൺ പുഞ്ചക്കാടിന്റെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് അതിനോട് ഐക്യപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. എന്താ സിനിമ കണ്ടോ മിസ്റ്റർ പച്ച? അതെ അതെ, സിനിമ കണ്ടോ? ഇന്നലെ സിനിമ കണ്ടു. പച്ച പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്ന് പയ്യന്നൂരിൽ വന്നിട്ട് ജോൺസൺ പുഞ്ചക്കാടിന്റെ സിനിമ കണ്ടത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പക്ഷേ എന്താ പറയുക, ഇതുപോലെ സുന്ദരമായ ഒരു സിനിമ എത്ര സിനിമ വന്നിട്ടുണ്ട് അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? പക്ഷെ നമ്മള് ജോൺസൺ പുഞ്ചക്കാടിനെ അഭിനന്ദിക്കണം, അയാൾക്ക് വേണ്ടിയിട്ട് എല്ലാം നമ്മള് പ്രാർത്ഥിക്കണം, എല്ലാം ചെയ്യണം. ഓക്കെ, ഞാനത് ഒന്നും കൂടെ ഇവരെടുക്കട്ടെ. ഇതാണ് പറയാനുള്ളത്. നമ്മുടെ പിന്നെ പഴയ പൈനക്കോളയിൽ നമ്മുടെ സുഹൃത്താണ്, ഇത് ഇവിടെ വന്ന സമയത്താണ് കണ്ടത്. ഏതായാലും പിന്നെ ജോൺസൺ പുഞ്ചക്കാട് സംഗീത സംവിധാനം നിർവഹിച്ച ഒരു സിനിമ, ആ സിനിമയെ ഇവിടെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. പയ്യന്നൂരിന്റെ കലാകാരനാണ് ജോൺസൺ പുഞ്ചക്കാട്. പയ്യന്നൂരിൽ നിന്ന് അഭിനയ രംഗത്ത്, അതുപോലെ തന്നെ സംവിധാന രംഗത്ത്, തിരക്കഥാ രംഗത്ത്, അതുപോലെ തന്നെ സംഗീത രംഗത്ത് നിരവധി ആളുകൾ പിന്നെ ഇപ്പോൾ പിന്നെ പ്രവേശിക്കുന്നുണ്ട്. പയ്യന്നൂര് എന്ന് പറയുന്ന പ്രദേശം, പയ്യന്നൂരിന്റെ പരിസര പ്രദേശങ്ങളും സിനിമയുടെ ഒരു ഹബ്ബായിട്ട് മാറുന്നു. ഇവിടെ നിരവധി ചെറുതും വലുതുമായ ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിക്കുന്നു എന്ന ഒരു പ്രത്യേകതയും ഇവിടെയുണ്ട്. ആ ഒരു വിശേഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക, ആ സിനിമയോട്, ആ കൊച്ചു സിനിമയെ പച്ചവെളിച്ച സിനിമ കണ്ടിട്ടില്ല, പിന്നെ കാണാത്തത് കൊണ്ട് തന്നെ ആ സിനിമ എന്താണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊന്നും പറയാനും പച്ചവെളിച്ചം ആളല്ല. മറിച്ച് ഈ സിനിമയിൽ അഭിനയിച്ചവര്, ഈ സിനിമ കണ്ടവര്, ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവര് ഇവിടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് പിന്നെ ആരാഞ്ഞ് അത് അറിയിക്കുക. അത് ജോൺസൺ പുഞ്ചക്കാട് എന്ന് പറയുന്ന നമ്മുടെ പയ്യന്നൂരിന്റെ കലാകാരനോട് അദ്ദേഹത്തിന്റെ ഒരു സംരംഭത്തിന് ഒരു പിന്തുണക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വിശേഷങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നു. പച്ചവെളിച്ചത്തിനു വേണ്ടി ശാന്തി സിനിമാസിൽ നിന്ന് രാജീവൻ പച്ച.